ബംഗാൾ ഉൾക്കടലിലെ ഒഡീസ തീരത്തോട് ചേർന്ന സമുദ്ര പ്രദേശത്ത് നടന്ന ഒരു നിർണായക പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ നേവിയും ചേർന്ന് വികസിപ്പിച്ച നാവിക ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് വിജയകരമായി സാൽവോ വിക്ഷേപണം നടത്തിയതോടെ സമുദ്രരംഗത്ത് ഇന്ത്യയുടെ സാങ്കേതിക കഴിവ് ലോക ശ്രദ്ധ നേടുകയാണ്. ഒരു നാവിക ഹെലികോപ്റ്ററിൽ നിന്ന് തുടർച്ചയായി 2 മിസൈലുകൾ വിക്ഷേപിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്ത ഈ പരീക്ഷണം ഇന്ത്യയുടെ വ്യോമ വിക്ഷേപിത കപ്പൽ വിരുദ്ധ ആയുധ സംവിധാനങ്ങളിൽ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുകയാണ്. ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഈ പരീക്ഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത്. റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ, ടെലിമെട്രി സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ ഓരോ ഘട്ടവും രേഖപ്പെടുത്തി വിശകലനം ചെയ്തു. മിസൈലിന്റെ പ്രധാന സവിശേഷതയായ വാട്ടർ ലൈൻ ഹീറ്റ് ശേഷി, അതോടൊപ്പം തന്നെ ശത്രു കപ്പലിന്റെ ഏറ്റവും നിർണായക ഭാഗത്തെ ലക്ഷ്യമിട്ട് പരമാവധി നാശനഷ്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഈ പരീക്ഷണത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണമായി കൈവരിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതോടെ ഈ സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ പ്രവർത്തനക്ഷമതയും ഉറപ്പിക്കപ്പെട്ടു. നാവിക ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ തദ്ദേശീയത എന്ന ആശയത്തിന്റെ ശക്തമായ ഒരു പ്രതിഫലനമാണ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗവേഷണ കേന്ദ്രം, അതായത് ഇമാറത്ത് ഉൾപ്പെടെ നിരവധി DRDO ലബോറട്ടറികളുടെ ഏകോപിത പരിശ്രമത്തിലൂടെയാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. റിസർച്ച് സെന്ററും അതോടൊപ്പം തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി, ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി, ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി എന്നീ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഈ പദ്ധതിയുടെ സാങ്കേതിക ഗൗരവം വ്യക്തമാക്കുകയാണ്. കൂടാതെ ഇന്ത്യൻ സ്വകാര്യ വ്യവസായികളും സ്റ്റാർട്ടപ്പുകളും ഉൽപാദനത്തിൽ പങ്കാളികളായതോടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന്റെ ഒരു വലിയ പ്രചോദനമായി ഇത് മാറി. സാങ്കേതികമായി നോക്കുമ്പോൾ നാസം SR ഒരു അത്യാധുനിക മിസൈൽ സംവിധാനമാണ്. സോളിഡ് പ്രൊപ്പൽഷൻ ബൂസ്റ്ററും ലോങ് ബേൺ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ടെർമിനൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ വഴി ലക്ഷ്യത്തെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. കൂടാതെ ഫൈബർ ഓപ്റ്റിക് റഗ്നേസ്കോപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇൻഷ്യൽ നാവിഗേഷൻ സിസ്റ്റമും കൂടാതെ റേഡിയോ ആൾട്ടിമീറ്ററും ഹൈ ബാൻഡ് വിഡ്ത്ത് ഡേറ്റ ലിങ്കും ചേർന്നാണ് ഇതിന്റെ മാർഗനിർദ്ദേശ സംവിധാനങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിക്കുന്നത്. സമുദ്രത്തിലെ അനിശ്ചിതമായ സാഹചര്യങ്ങളും കൃത്യമായ ലക്ഷ്യനിർണ്ണയം സാധുവാക്കുന്ന നൂതന അൽഗോരിതങ്ങളും ജെറ്റ് വെയിൻ നിയന്ത്രണ സംവിധാനങ്ങളും ഈ മിസൈലിന്റെ ശക്തിയാണ്. പ്രകടന സവിശേഷതകളിൽ ഏകദേശം 375 കിലോഗ്രാം ഭാരവും 3.6 മീറ്റർ നീളവുമുള്ള നാസം SRന് 55 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 10 കിലോഗ്രാം ഭാരമുള്ള ഓമി ഡയറക്ഷണൽ മൾട്ടി EFP വാർഹെഡ് ഉപയോഗിച്ച് ശത്രു കപ്പലുകൾക്ക് വ്യാപകമായ നാശനഷ്ടം സൃഷ്ടിക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം സ്വതന്ത്രമായി ലക്ഷ്യത്തെ കണ്ടെത്തി ആക്രമിക്കാൻ കഴിയുന്നുണ്ട്. യുദ്ധ സാഹചര്യങ്ങളിൽ വേഗവും കൃത്യവും ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും പ്രവർത്തിക്കാൻ കഴിവ് ഈ സംവിധാനത്തെ കൂടുതൽ വിശ്വസനീയമാക്കി മാറ്റുകയാണ്.